നമുക്ക് ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെ തലക്കെട്ടുകൾ: പത്മവിഭൂഷൺ, മലയാള മനോരമയാണ് ഏറ്റവും മികച്ച രീതിയിൽ പത്മ പുരസ്കാരങ്ങൾ സമർപ്പിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ആ വിവരം റിപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ അത് അവതരിപ്പിച്ചത്. കാരണം അതിന്റെ തലക്കെട്ടിന്റെ ഒരു പ്രത്യേക എന്താ പറയാ, തലക്കെട്ടിലെ വിസ്മയം, തലക്കെട്ടിന്റെ ഒരു ചാരുത, തലക്കെട്ടിന്റെ ഒരു പ്രസരിപ്പ്. പത്മവിഭൂഷൺ, വി എസിന് പത്മവിഭൂഷൺ എന്നുള്ളത് പത്മ വി എസ് ഉണ്ടോ, ഈ വി എസ് എന്നാക്കിയിട്ട് പത്മവിഭൂഷൺ എന്ന് ആ തലക്കെട്ടിലൂടെ വിഭൂഷൺ, പത്മവിഭൂഷൺ എന്നുള്ളത് പത്മ വി എസ് വിഭൂഷൺ എന്ന രീതിയിലേക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ വി എസിന്റെ ആ ഫോട്ടോ ഏറ്റവും എന്താ പറയാ, മലയാള മനോരമ എന്നുള്ള ആ ടൈറ്റിലിനോടൊപ്പം ചേർത്തുകൊണ്ട് വി എസിന്റെ വളരെ പ്രസാദാത്മകമായ ആ മുഖം, വി എസ് പത്മവിഭൂഷൺ, മരണാനന്തര ബഹുമതി നൽകി രാജ്യം. പിന്നീട് ജസ്റ്റിസ് കെ ടി തോമസ്, എൻ രാജം, പി നാരായൺ, ധർമ്മേന്ദ്രൻ എന്നിവർക്കും പത്മവിഭൂഷൺ, 5 പേരിൽ 4 മലയാളികൾ. പിന്നീട് നമ്മുടെ വെള്ളാപ്പള്ളി പത്മഭൂഷൺ, വെള്ളാപ്പള്ളിക്കും പിന്നെ ആരൊക്കെയാണ്, കലാമണ്ഡലം വിമലാ മേനോൻ, ഡോക്ടർ ഇ മുത്തുനായകം, കൊല്ലകൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീയാണ്. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ തുടങ്ങിയ പത്മ പുരസ്കാരങ്ങളെ കുറിച്ചുള്ള വാർത്തയാണ് മലയാള മനോരമ വളരെ ആകർഷകമായ രീതിയിൽ നൽകിയത്. ഇനി മലയാള മനോരമയുടെ ഉള്ളിലെ പേജില് 7ാം പേജിൽ ഇത് സംബന്ധിച്ച്, അതായത് വി എസിന് പത്മവിഭൂഷൺ നൽകിയത് ആകെ സി പി എം ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. വി എസിന് രാജ്യം പത്മവിഭൂഷൺ നൽകിയതോടുകൂടി പിണറായി വിജയൻ ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല എന്നാണ് കേട്ടത് കേട്ടോ. പിണറായി വിജയൻ വെട്ടിയിട്ട വാഴ പോലെ വീണുപോയതാണ് ഈ വാർത്ത കേട്ടിട്ട്. വി എസിന് പത്മവിഭൂഷൺ. പിണറായി വിജയന് ഇമാതിരി ഒരു പത്മ ബഹുമതിയും കിട്ടില്ല, കൊടുക്കില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പത്മ പുരസ്കാരത്തിന് പിന്നെ ഒരു ഫലവുമില്ലല്ലോ. പിന്നെ പത്മ പുരസ്കാരം ആരും വാങ്ങുമോ? പിണറായി വിജയന് എന്തെങ്കിലും ഒരു പത്മ പുരസ്കാരം നൽകിയാൽ പിന്നെ ഒരു മനുഷ്യനും പത്മ പുരസ്കാരം സ്വീകരിക്കില്ല. കാരണം ഇത്രയും അധമനായ, നീചനായ, ദുഷ്ടനായ, ക്രൂരനായ ഇനി വാക്കുകളില്ല കേട്ടോ. അങ്ങനത്തെ പിണറായി വിജയന് ഇത് കിട്ടില്ല. അപ്പോഴാണ് പിണറായി വിജയന്റെ മുഖ്യ എതിരാളിയായ അല്ലെ വി എസ് അച്യുതാനന്ദന് മോദി സർക്കാർ പത്മവിഭൂഷൺ നൽകി ആദരിക്കുകയാണ് കേട്ടോ. കൂട്ടക്കരച്ചിലാണ് CPM-ൽ ഇപ്പോൾ കൂട്ടക്കരച്ചിലാണ്. നമ്മുടെ ശിവൻകുട്ടിയൊക്കെ പറയുന്നത് എന്താ, ശിവൻകുട്ടി വേറെ രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നു കേട്ടോ. അത് വർഗീയ ഫാസിസത്തിനെതിരെ, ഇന്ത്യയിൽ വർഗീയ ഫാസിസത്തിനെതിരെ പടപൊരുത്തിയ വി എസിന്, എടോ ശിവൻകുട്ടി, വർഗീയ ഫാസിസ്റ്റ് എന്ന് നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പോകുന്ന മോദിയുടെ സർക്കാർ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ സഖാവിനെ ആദരിച്ചത്. ഇനി വേറൊരു വിശേഷം കേൾക്കണോ? അതായത് സാധാരണ പത്മ പുരസ്കാരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാറുണ്ടെന്ന് അറിയോ? അവർ നിർദ്ദേശിക്കാറുണ്ട്. സംസ്ഥാന സർക്കാർ ഒരു ലിസ്റ്റ് കൊടുക്കാറുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുള്ള ഇത്തരം ആൾക്കാർക്ക് പത്മ പുരസ്കാരങ്ങൾ നൽകണമെന്ന് ഓരോ വർഷവും കേന്ദ്രത്തോട് ഓരോ സംസ്ഥാനങ്ങളും നിർദ്ദേശങ്ങൾ വെക്കാറുണ്ട്, അഭ്യർത്ഥിക്കാറുണ്ട്. പക്ഷേ വി എസ് അച്യുതാനന്ദന്റെ പേരും വെള്ളാപ്പള്ളിയുടെ പേരും പിണറായി സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല. ഒരുപക്ഷെ ചിലരൊക്കെ കരുതിയേക്കും വി എസ് അച്യുതാനന്ദന് പത്മവിഭൂഷൺ കിട്ടിയത് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പിണറായി വിജയനെ മൂടും താങ്ങി നടക്കുകയാണല്ലോ, അതുകൊണ്ട് കിടക്കട്ടെ ഈ വെള്ളാപ്പള്ളി നടേശനും ഒരു പത്മ പുരസ്കാരം എന്നുള്ള രീതിയിൽ ഈ രണ്ടുപേരുടെ പേരും പിണറായി സർക്കാർ നിർദ്ദേശിച്ചതാണ് എന്ന ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്ട് തിരുത്തിക്കോളൂ. മാതൃഭൂമി ചാനലും മറ്റ് ഓൺലൈൻ മീഡിയകളൊക്കെ ആ വിവരം പുറത്തുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ, പിണറായി വിജയന്റെ ഈ അധമ സർക്കാർ വി എസ് അച്യുതാനന്ദന്റെ പേര് നിർദ്ദേശിച്ചിട്ടില്ല, വെള്ളാപ്പള്ളിയുടെ പേര് നിർദ്ദേശിച്ചിട്ടില്ല. ഈ 2 പേരുകളും കേന്ദ്രം സ്വയമേവ തിരഞ്ഞെടുക്കുകയായിരുന്നു. വി എസ് അച്യുതാനന്ദനെ ഉന്മൂലനം ചെയ്യാനായിരുന്നല്ലോ സഖാക്കന്മാർ ശ്രമിച്ചിരുന്നത്, അല്ലേ? സഖാക്കന്മാർ ശ്രമിച്ചിരുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന സമാനതകളില്ലാത്ത നേതാവ്, അല്ലേ? CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത,
CPM-ന്റെ എന്താ പറയാ സ്ഥാപന നേതാക്കന്മാരിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളായിരുന്നു അന്ന് VS അച്യുതാനന്ദൻ. അപ്പോഴാണ് VS അച്യുതാനന്ദനെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലേ? ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ എന്താ? തൂക്കിലേറ്റുക. VS അച്യുതാനന്ദനെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ പൂമരൻ എന്ന് പറഞ്ഞ അധമനായ M സ്വരാജ് അല്ലെ, അവനിപ്പോഴും ഇങ്ങനെ പാർട്ടി വേദികളിലൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുകയാണ്. M സ്വരാജ് എന്ന് പറയുന്ന അധമൻ VS-നെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞവൻ പാർട്ടിയിൽ ഞെളിഞ്ഞു നടക്കുന്നു. പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ശംഖുമുഖത്തെ കടൽ തിരമാലകൾ അവയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത്. ബക്കറ്റിൽ കോരിയെടുത്ത വെള്ളമാണ് VS അച്യുതാനന്ദൻ എന്ന് അല്ലെ? ബക്കറ്റിൽ കോരിയെടുത്ത കടൽ വെള്ളമാണ് VS അച്യുതാനന്ദൻ. അതിൽ തിരകൾ ഉണ്ടാവില്ല. തിരകൾ എന്താ പറയാ, തിരകൾ സമുദ്രത്തിലേ ഉണ്ടാവുള്ളൂ. സമുദ്രത്തിന്റെ മാറിൽ ചേർന്നിരിക്കുമ്പോഴേ തിരമാലകൾ ഉണ്ടാവുകയുള്ളൂ. VS അച്യുതാനന്ദൻ അതിൽ നിന്നൊരു ബക്കറ്റിൽ വെള്ളം കോരിക്കൊണ്ട് നടന്നു പോകുമ്പോൾ അതിൽ തിരമാലകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഞെട്ടിയത് VS അച്യുതാനന്ദൻ മരിച്ചപ്പോഴാണ് അല്ലേ? ആ സഖാവിന് അന്ത്യയാത്രയിൽ, VS അച്യുതാനന്ദന്റെ ആ അന്ത്യയാത്രയിൽ ഓടിക്കൂടിയ ജനസഹസ്രങ്ങൾ, ജനങ്ങളുടെ വിലാപയാത്ര. ആ ഒരു വിലാപയാത്രയിൽ ജനങ്ങൾ VS അച്യുതാനന്ദന്റെ സൗമഞ്ചത്തിന് പിന്നാലെ ഇങ്ങനെ ഒഴുകുകയായിരുന്നു, കണ്ണീർ കടലായി. പിണറായി ഞെട്ടി. VS അച്യുതാനന്ദൻ കോരിയെടുത്ത ബക്കറ്റിലെ വെള്ളമുണ്ടല്ലോ, കടൽ വെള്ളം. ആ കടൽ വെള്ളത്തിലാണ് ഏറ്റവും വലിയ തിരമാല എന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു. ഇപ്പൊ ഇതാ നരേന്ദ്രമോദിയും പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുകയാണ്. സഖാവേ ഇങ്ങനെയല്ല ഒരു സഖാവിനോട് പെരുമാറേണ്ടത്. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലേ വി കുഞ്ഞികൃഷ്ണനെ അരിഞ്ഞു തള്ളാൻ പോവുകയാണ്. ഒരു പക്ഷേ എന്താ പറയാ, നമ്മുടെ TP ചന്ദ്രശേഖരൻ അമ്പത്തത് വെട്ടി കൊന്ന പോലെ അല്ലെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്തു കളയുകയാണ്. ആരെ? വി കുഞ്ഞികൃഷ്ണൻ. എന്തിന്റെ പേരിൽ? പാർട്ടിയിലെ കള്ളന്മാരെ ചൂണ്ടിക്കാണിച്ചതിന്, രക്തസാക്ഷികളുടെ ഫണ്ട് കട്ടെടുത്തതിന്. ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഈ സ്വർണ്ണക്കൊള്ള സഖാക്കന്മാർ നടത്തിയപ്പോ നമ്മുടെ ജോസഫ് വാഴക്കൻ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതായത് ഈ എന്താ പറയാ, തെരുവോരത്തുള്ള ഭണ്ഡാരപ്പെട്ടികളിലേക്ക് യാത്രക്കാർ വലിച്ചെറിയുന്ന നാണയത്തുട്ടുകൾ ഭിക്ഷക്കാർ പോലും എടുക്കാറില്ല, യാചകന്മാർ പോലും എടുക്കാറില്ല. പട്ടിണി കൊണ്ട് വിശന്ന വയറുള്ള ആളുകൾ പോലും ആ നാണയത്തുട്ടുകൾ എടുക്കാറില്ല. അത് പെറുക്കിയെടുത്ത് അവർ ആ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കും. കാരണം അത് ഭഗവാന്റെ പണമാണ്. ഭഗവാന്റെ പണം. യാചകന്മാർ പോലും ഭിക്ഷക്കാർ പോലും ഭഗവാന്റെ പണം എടുക്കാറില്ല. പക്ഷേ സഖാക്കന്മാർ കട്ടെടുക്കും. ഇമ്മാതിരി എന്താ പറയാ, ലജ്ജയില്ലാത്ത അല്ലെ, കട്ടുമുടിപ്പിക്കുന്ന, കൈയിട്ട് വാരുന്ന ആ സഖാക്കന്മാർ, അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവർ ഇപ്പോഴിതാ രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് കൂടി കട്ടെടുത്തു എന്ന് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ സൈൻവാരിയിലെ അമ്മയുടെ ദുരന്ത മുഖമാണ് കേട്ടോ. അറിയാലോ സൈൻവാരിയിലെ ആ കൊല. സൈൻവാരിയിൽ ഒരു യുവാവിനെ അല്ലെ, ഇരട്ട സഹോദരന്മാരെ വെട്ടിക്കൊന്നിട്ട് ഏതുപോലെയെന്നറിയോ? TP ചന്ദ്രശേഖരൻ 51 വെട്ടി കൊന്ന പോലെ ബംഗാളിൽ സൈൻവാരിയിൽ ആ സഹോദരന്മാരെ അമ്മയുടെ കൺമുന്നിൽ വെച്ച് കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് വെട്ടിക്കൊന്നിട്ട് അവരുടെ ആ മാരടത്തിൽ നിന്ന് എന്താ പറയാ, ചീറ്റി കൊടുക്കുന്ന ചോര കൈക്കൊമ്പിളിൽ കോരിയെടുത്ത് ചോറ്റിൽ കൂട്ടി കലർത്തിയിട്ട് ആ ചോറുരുളകളാക്കി അമ്മയെ കൊണ്ട് തീറ്റിപ്പിച്ച കാടന്മാരുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. ആരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. മനുഷ്യകുലത്തിൽപ്പെട്ട ഒരാളും ചെയ്യാത്ത രീതിയിൽ സ്വന്തം മകന്റെ ഹൃദയത്തിൽ നിന്ന് ചീറ്റിയൊഴുകിയ ചോര ചാലിച്ച ചോറ് ഉരുട്ടിക്കൂട്ടിയിട്ട് അമ്മയെ കൊണ്ട് തീറ്റിച്ച കാപാലികത എന്ന് പറഞ്ഞാൽ ലോകത്ത് സമാനതകളില്ല. പശ്ചിമ ബംഗാളിൽ നടന്നതാണ്, സൈൻവാരിയിൽ നടന്നതാണ്. അതിന് സമാനമാണ് പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത സഖാവിന്റെ ചോര നുണയുന്ന പിണറായി വിജയന്റെ ചിങ്കിടി കൂട്ടങ്ങളല്ലേ അത് ചൂണ്ടിക്കാണിച്ചതിന് നിങ്ങൾ ചെയ്തത് ശരിയല്ല. രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട് നക്കിയെടുത്തവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞപ്പോൾ അതാവശ്യപ്പെട്ട കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്.
വിജയൻ മാഷ് പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ്. ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും, ചോദ്യം ചോദിച്ച വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. പക്ഷേ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് കേട്ടോ, ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് പിണറായി വിജയൻ മറുപടി പറഞ്ഞേ തീരും കേട്ടോ. എം.വി. ഗോവിന്ദൻ മറുപടി പറഞ്ഞേ തീരും കേട്ടോ. അപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ ഇതാ വി.എസ്. അച്യുതാനന്ദനെ പത്മവിഭൂഷൺ നൽകിക്കൊണ്ട് ആദരിച്ചിരിക്കുകയാണ്, ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്തു പറയും? ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ അത് സ്വീകരിക്കരുത്, അങ്ങനെയായിരുന്നല്ലോ. പാർട്ടി ഇത്തരം ബഹുമതികളൊന്നും സ്വീകരിക്കില്ല. ഏറ്റവും അവസാനം അവാർഡ് കെ ശൈലജയുടെ ഒരു PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയപ്പോൾ അതുകൂടി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ പിണറായിക്കാണെങ്കിൽ സ്വീകരിക്കാം. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു പക്ഷേ പത്മവിഭൂഷൺ പിണറായിക്കായിരുന്നെങ്കിലോ, പക്ഷെ ആവില്ലല്ലോ. ഒരു മഹാപുരസ്കാരം ഇങ്ങനെ ഒരു അധമന് ഒരിക്കലും കൊടുക്കില്ലല്ലോ. ഏതായാലും വി.എസ്. അച്യുതാനന്ദന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. കാരണം തന്റെ പാർട്ടിയിൽ തന്റെ കൂടെയുള്ളവർ തനിക്ക് തൂക്കുകയർ അല്ലേ, തന്നെ കൊല്ലണം, തന്നെ തൂക്കിലാറ്റണം എന്ന് പറഞ്ഞപ്പോൾ വി.എസ്. അച്യുതാനന്ദനെ ആദരിക്കുകയാണ് മോദി സർക്കാർ. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കേരളത്തിലെ CPM എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ വാലാട്ടികളായി, പിണറായി വിജയന്റെ അമേദ്യം തിന്നുന്ന അടിമക്കമ്മികൾ മാത്രമല്ല. കേരളത്തിലെ CPM-കാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. വി.എസ്. അച്യുതാനന്ദന്റെ വിപ്ലവീര്യം നെഞ്ചേറ്റിയവരുണ്ട്. അവർ കാണുകയാണ് വി.എസ്. അച്യുതാനന്ദനെ മോദി സർക്കാർ പത്മവിഭൂഷൺ നൽകി ആദരിക്കുന്നു. പക്ഷെ പാർട്ടിക്കുള്ളിലുള്ള പൂമരന്മാർ എന്താ പറഞ്ഞത്? കൊല്ലണം, തൂക്കിക്കൊല്ലണം. വി.എസിനെ തൂക്കിക്കൊല്ലണം എന്ന് പറയുന്ന പൂമരൻ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ഈ വലയൊക്കെ ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. അതിൽ കുറഞ്ഞ് ഒരു പരാമർശവും നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഊഹിച്ചിരിക്കും ഈ പൂമരനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന്. അത്തരം പൂമരന്മാരെ പൂമാലയിട്ട് കൊണ്ട് നടക്കുന്ന പാർട്ടി ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ. വെള്ളാപ്പള്ളി പിണറായി വിജയന്റെ മൂട് താങ്ങി നടക്കുകയാണല്ലോ. എത്ര കാലം കണക്ക് കൂട്ടിക്കോ. അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ തള്ളിപ്പറയും. ഒരു സംശയവും വേണ്ട കേട്ടോ, ഒരു സംശയവും വേണ്ട. കാരണം വെള്ളാപ്പള്ളി നടേശൻ ബിജെപിയുടെ നിലപാടുകൾക്കൊപ്പം ഇപ്പം തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടല്ലോ. തുഷാർ വെള്ളാപ്പള്ളി എത്രമാത്രം ബിജെപിയുടെ കേന്ദ്ര നേതാക്കന്മാർക്ക് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ ഒരുപക്ഷെ ബിജെപിയിലെ നേതാക്കന്മാരെക്കാൾ കൂടുതൽ അടുപ്പം കാണിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയോടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നുകൊണ്ട് ദീർഘനേരം അവർ തമ്മിൽ സംസാരിച്ചിരുന്നൊക്കെ നമ്മൾ ടിവിയിൽ കണ്ടു. എന്ന് പറഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളിയും ബിജെപിയുടെ നേതാക്കന്മാരും തമ്മിലുള്ള ഒരു ഐക്യം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം എന്തിന് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ചോദിച്ചാൽ ആ കാര്യത്തിന് ഉത്തരം നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട് പിണറായി വിജയൻ ഇങ്ങനെ അമർത്തി വെച്ചിരിക്കുന്നത്. എപ്പോ വെള്ളാപ്പള്ളി നടേശൻ കളം മാറ്റി ചവിട്ടുന്നുവോ അപ്പോൾ പിണറായി വെള്ളാപ്പള്ളിയെ പിടിക്കും. അതിനുള്ള എല്ലാ കേസുകളും നൂലാമാലകളും പിണറായി വിജയൻ ശരിക്കും സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ആ പേടി ഒന്നുകൊണ്ട് മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ ആസനം താങ്ങി നടക്കുന്നത് കേട്ടോ. സങ്കടമുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ മറ്റു വഴിയില്ല. പക്ഷേ ഇലക്ഷൻ കാലത്ത് ഇലക്ഷൻ ചട്ടങ്ങളൊക്കെ നടപ്പിലാക്കി കഴിയുമ്പോ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു നീക്കവും നടത്താൻ പിണറായി സർക്കാരിന് കഴിയാത്തൊരവസ്ഥയിൽ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായി ബിജെപി പക്ഷത്ത് ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ, യാതൊരു സംശയവും വേണ്ട. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അതിനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു സൂചന കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്താ വർഗീയവാദിയാണ്, വെള്ളാപ്പള്ളി നടേശൻ വായ തുറന്നാൽ വർഗീയതയെ പറയുള്ളൂ. ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾ വർഗീയതയല്ല എന്നും ഇത് പച്ച പരമാർത്ഥമാണ് എന്നും ബി ജെ പി തിരിച്ചറിയുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി
വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകി ആദരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നു, ഓരോ ദിവസവും CPM-ന്റെ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് 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 പതിച്ചുകൊണ്ട് ഇനി താഴാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ആവർത്തിക്കുകയാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും നിങ്ങൾ എത്ര വീട് കയറിയാലും, നിങ്ങൾ എത്ര വീട് കയറി കാല് പിടിച്ച് കരഞ്ഞാലും ഈ 140 മണ്ഡലങ്ങളിലും നിങ്ങൾക്കെതിരായ ജനവിരുദ്ധ വികാരം ആഞ്ഞടിക്കുക തന്നെ ചെയ്യും കേട്ടോ. ഒരു സീറ്റ് പോലും CPM-ന് കിട്ടാത്ത ഏറ്റവും ലജ്ജാകരമായ ഒരവസ്ഥയിലേക്ക് CPM പതിക്കും. അതിന്റെയൊക്കെയുള്ള സൂചനകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. ചർച്ചകൾക്ക് വഴി തുറന്ന് പത്മ പുരസ്കാരങ്ങൾ, രാഷ്ട്രീയ പത്മം എന്ന പേരിലാണ് ഇക്കാര്യങ്ങളൊക്കെ മനോരമ ഉള്ളിലെ പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മറ്റു പത്രങ്ങളുടെ ജസ്റ്റ് തലക്കെട്ടുകൾ ഒന്ന് കാണാം. മാതൃഭൂമി പറയുന്നു പത്മാഭിമാനം, VS-ന് പത്മവിഭൂഷൺ, ജസ്റ്റിസ് KT തോമസിനും P നാരായണനും പത്മവിഭൂഷൺ, പത്മശ്രീ ഇന്ന ആൾക്കാർക്ക്, പിന്നീട് മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ. അങ്ങനെ മാതൃഭൂമി പറയുന്നു. കേരള കൗമുദി പത്മപ്രഭയിൽ കേരളം, വെള്ളാപ്പള്ളിക്കും മമ്മൂട്ടിക്കും പത്മഭൂഷൺ. വെള്ളാപ്പള്ളി കരയുന്നതിന്റെ ചിത്രം കേരള കൗമുദി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളാപ്പള്ളി കരയുകയാണ്, ആനന്ദാശ്രു, കണ്ണുകൾ നിറയുകയാണ്. വെള്ളാപ്പള്ളിയുടെ ഈ ഒരു ആദരവ് വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി. പിണറായി വിജയന്റെ എത്ര മൂട് താകിയാലും പിണറായി വിജയനിൽ നിന്ന് ഒരു നന്ദിയും പ്രതീക്ഷിക്കേണ്ട എന്ന് വെള്ളാപ്പള്ളി നടേശന് അറിയാം. പക്ഷേ തന്നെ ആദരിച്ചത്, തന്നെ ബഹുമാനിച്ചത്, തന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാക്കിയത് മോദി സർക്കാരാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചറിയുന്നു. ആ ആനന്ദ കണ്ണീരാണ് കേട്ടോ. ഇതാ കേരള കൗമുദിയുടെ ഉള്ളിലെ പേജിൽ വളരെ കൃത്യമായിട്ട് തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് അതുകൂടി ഒന്ന് കാണാം. അതായത് 9-ാമത്തെ പേജിൽ കേരള കൗമുദിയുടെ 9-ാമത്തെ പേജിൽ വാനോളം അഭിമാനം, ആനന്ദ കണ്ണീരോടെ വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെയാണ് പറയുന്നത്, ആനന്ദ കണ്ണീരോടെ വെള്ളാപ്പള്ളി നടേശൻ. സന്തോഷത്താൽ വെള്ളാപ്പള്ളിയുടെ കണ്ണുകൾ നിറഞ്ഞു, കൈകൂപ്പി സദസ്സിനെ വന്ദിച്ചു. വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്നവർ കരഘോഷത്തോടെ ആദരവ് നൽകി. തനിക്ക് ലഭിച്ച പത്മഭൂഷൺ എന്നെ ഞാനാക്കി മാറ്റിയ മുഴുവൻ സമുദായ അംഗങ്ങൾക്കും നേതാക്കൾക്കും ഗുരുതൃപാദങ്ങളിലും സമർപ്പിക്കുന്നതായി വെള്ളാപ്പള്ളി പറഞ്ഞു. പോരെ ഗുരുവിന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. കേന്ദ്ര സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ ഈ അത്യുന്നത ബഹുമതി. ഇതോടെ പിണറായി വിജയന്റെ ഈ നാറിയ ഭരണത്തിന്റെ അവസാനത്തെ ആണികൂടി തറക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ? ഇതിൽ പരം എന്തു പറയാൻ? ദേശാഭിമാനി എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം കേട്ടോ. വളരെ രസകരമാണ് ദേശാഭിമാനിയുടെ പ്രതികരണം. അതിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.